എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടും സഹായം ചോദിക്കാൻ നിങ്ങൾക്ക് വളരെ ലജ്ജ തോന്നിയിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് പ്രായമായവർക്ക് കുളിമുറിയിൽ നിശബ്ദമായി ആ പ്രശ്നം സംഭവിക്കുന്നു. അസുഖമോ ബലഹീനതയോ കൊണ്ടല്ല, മറിച്ച് ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം തുടയ്ക്കുന്നത് പോലെ ലളിതമായ എന്തെങ്കിലും ബുദ്ധിമുട്ടായി മാറുന്നതിനാലാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കൈകൾ പഴയതുപോലെ എത്താത്തതായിരിക്കാം. ഒരുപക്ഷെ സന്ധിവാതം നിങ്ങളുടെ വിരലുകളെ മുറുക്കിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പുറം മുമ്പത്തെ പോലെ വളയുന്നില്ല. ക്രമേണ ഒരു പതിവ് ജോലി ഒരു ഭാരമായി തോന്നാൻ തുടങ്ങുന്നു. നിങ്ങൾ മടിക്കുന്നു, നിങ്ങൾ ബുദ്ധിമുട്ടുന്നു. ഏറ്റവും മോശം, നിങ്ങളുടെ സ്വാതന്ത്ര്യം അല്പം നഷ്ടപ്പെടുവാനും തുടങ്ങുന്നു. ആരും നിങ്ങളോട് പറയാത്തത് ഇതാണ്: നിങ്ങൾ ഒറ്റയ്ക്കല്ല. മിക്ക ആളുകളും മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ സാധാരണമാണ് ഈ വെല്ലുവിളി. എന്നാൽ ഇത് വളരെ അപൂർവമായി മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. ഇത് അവഗണിക്കുന്നത് ഇറിറ്റേഷൻ, അണുബാധകൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഇന്ന് വ്യക്തിഗത ശുചിത്വം എളുപ്പവും സുഖകരവുമാക്കാൻ കഴിയുന്ന ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു. മുതിർന്നവർക്ക് അനുയോജ്യമായ ഉപകരണങ്ങൾ, ടോയ്ലറ്റ് പേപ്പറിന് പകരം വൃത്തിയുള്ള ബദലുകൾ, ആത്മവിശ്വാസം, അന്തസ്സ്, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്ന വിദഗ്ധ നുറുങ്ങുകൾ എന്നിവ നിങ്ങൾ കണ്ടെത്തും. നനഞ്ഞ വൈപ്പുകൾ മുതൽ പോർട്ടബിൾ ബീഡറ്റുകൾ, സഹായ ഉപകരണങ്ങൾ വരെ, നിങ്ങൾക്കോ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പരിഹാരമുണ്ടാകാൻ സാധ്യതയുണ്ട്. ടോയ്ലറ്റ് പേപ്പർ മതിയാകാത്തപ്പോൾ എന്തു ചെയ്യും? നമ്മൾ പ്രായമാകുമ്പോൾ പതിവ് ജോലികൾ പോലും വെല്ലുവിളി നിറഞ്ഞതായി മാറിയേക്കാം. സന്ധിവാതം, സന്ധികളിൽ കാഠിന്യം, ചലനശേഷി കുറയൽ, ബാലൻസിന്റെ പ്രശ്നങ്ങൾ എന്നിവ തുടയ്ക്കൽ ബുദ്ധിമുട്ടുള്ളതും അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമാണ്. ദുർഗന്ധത്തെക്കുറിച്ചോ ശുചിത്വത്തെക്കുറിച്ചോ ആശങ്കാകുലരായതിനാൽ ചില ആളുകൾ സാമൂഹ്യ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നു. മറ്റുള്ളവർ സഹായം ചോദിക്കാനും ലജ്ജിക്കുന്നു. സത്യമാണ്, ഇത് ബലഹീനതയുടെ ലക്ഷണമല്ല. നിങ്ങൾക്ക് ഒരു മികച്ച പരിഹാരം ആവശ്യമായി വന്നേക്കാം എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇത്. വാർദ്ധക്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടല്ല പരമ്പരാഗത ടോയ്ലറ്റ് പേപ്പറൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സെൻസിറ്റീവ് ചർമ്മത്തിൽ ഇത് പരുക്കനായി മാറും. നന്നായി വൃത്തിയാക്കണമെന്നില്ല. പലപ്പോഴും ട്വിസ്റ്റിംഗ് ആവശ്യമാണ്. പ്രായത്തിനനുസരിച്ച് അത് കൂടുതൽ കഠിനവുമാകും. മോശം വൃത്തിയാക്കൽ ഈർപ്പവും ബാക്ടീരിയയും അവശേഷിപ്പിക്കും. ഇത് ഇറിറ്റേഷനും തിണർപ്പും അണുബാധ എന്നിവയുടെ സാധ്യതയും വർദ്ധിപ്പിക്കും. ഭാഗ്യവശാൽ നമുക്ക് മികച്ച ഓപ്ഷനുകൾ മുൻപിലുണ്ട്. ഒന്നാമത്തേത് നനഞ്ഞ വൈപ്പുകളാണ്. ഉണങ്ങിയ ടോയ്ലറ്റ് പേപ്പറിനേക്കാൾ മൃദുവും പലപ്പോഴും കൂടുതൽ ഫലപ്രദവുമാണ് പ്രീ മോയിസ്റ്റഡ് വൈപ്പുകൾ. കറ്റാർ വാഴ അല്ലെങ്കിൽ വിറ്റാമിൻ ഇ പോലുള്ള ആശ്വാസകരമായ ഘടകങ്ങൾ ഇവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രായമാകുന്ന ചർമ്മത്തിന് എളുപ്പമാക്കുന്നു. ഫ്ലഷ് ചെയ്യാവുന്നത് എന്ന് ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മിക്ക വൈപ്പുകളും ഫ്ലഷ് ചെയ്യാൻ പാടില്ല എന്നതാണ് അതിൻ്റെ പോരായ്മ. സമീപത്ത് ഒരു ചെറിയ മൂടിയ വേസ്റ്റ് ബിൻ വയ്ക്കുന്നത് സാധാരണയായി മികച്ച പരിഹാരമാണ്. 2. പോർട്ടബിൾ ബീഡറ്റുകൾ. ടോയ്ലറ്റിൽ പോയതിനു ശേഷം വൃത്തിയാക്കാൻ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഹാൻഡ് ഹെൽഡ് ബോട്ടിലുകളാണ് ഈ പോർട്ടബിൾ ബിഡറ്റുകൾ. വെള്ളം കൂടുതൽ നന്നായി വൃത്തിയാക്കുകയും അമിതമായി തുടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ പല മുതിർന്നവരും അവ ഇഷ്ടപ്പെടുന്നു. യാത്രയ്ക്കും പബ്ലിക് ടോയ്ലറ്റുകൾക്കും അവ പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ്. കുപ്പിയിൽ ചെറുചൂടുള്ള വെള്ളം നിറയ്ക്കുക, ലക്ഷ്യം വയ്ക്കുക, എന്നിട്ട് ഞെക്കുക. ചില മോഡലുകളിൽ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിന് ആംഗിൾ നോസിലുകൾ വരെ ഉൾപ്പെടുന്നു. 3. പെരി ബോട്ടിലുകൾ. പ്രസവാനന്തര പരിചരണത്തിനായി ആദ്യം രൂപകൽപ്പന ചെയ്ത പെരി ബോട്ടിലുകൾ ഭാരം കുറഞ്ഞതും ലളിതവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായതിനാൽ മുതിർന്ന പൗരന്മാർക്കിടയിൽ അതിന് പ്രചാരണമുണ്ട്. കുപ്പിയിൽ ചെറു ചൂടുള്ള വെള്ളം നിറയ്ക്കുക, ടോയ്ലറ്റിന് ശേഷം സൗമ്യമായി അത് കഴുകുക. കിടക്കയ്ക്കരികിൽ ഉപയോഗിക്കുന്നതിനും പരിമിതമായ ചലനശേഷിയുള്ള ആളുകൾക്കും അവ അനുയോജ്യമാണ്. ഒരേ ഒരു പോരായ്മ, ഉപയോഗിക്കുമ്പോൾ അവ വീണ്ടും നിറയ്ക്കേണ്ടി വന്നേക്കാം. ഉണങ്ങാൻ അനുവദിക്കുന്നില്ല എന്നതും ഒരു പോരായ്മയാണ്. അതിനാൽ ഒരു മൃദുവായ ടവൽ സമീപത്ത് സൂക്ഷിക്കുന്നത് സഹായകരമാണ്. 4. ബിഡറ്റ് അറ്റാച്ച്മെൻറ്റുകൾ. ബിഡറ്റ് അറ്റാച്ച്മെൻറ്റുകൾ നിങ്ങളുടെ ടോയ്ലറ്റിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുകയും വൃത്തിയാക്കുന്നതിനായി ഒരു ലക്ഷ്യസ്ഥാന ജലപ്രവാഹം നൽകുകയും ചെയ്യുന്നു. വളയുന്നതും തുടയ്ക്കുന്നതും മിക്കതും ഇല്ലാതാക്കുന്നതിൽ പല മുതിർന്ന പൗരന്മാരും സന്തോഷിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുന്നതിലൂടെ കൂടുതൽ സുഖത്തിനും സ്വാതന്ത്ര്യത്തിനും ഉപയോക്താക്കൾക്ക് വാട്ടർ പ്രഷറും ദിശയും വരെ ക്രമീകരിക്കുവാൻ കഴിയും. അവർക്ക് മുൻകൂട്ടി ഇത് പഠിക്കാൻ ഹ്രസ്വമായ ഒരു പഠന കാലയളവും ആവശ്യമാണെങ്കിലും ദീർഘകാല സുഖ സൗകര്യങ്ങൾ വിലമതിക്കുന്നതായി പല ഉപയോക്താക്കളും കണ്ടെത്തുന്നു. 5. കൈകൊണ്ട് പിടിക്കാവുന്ന ഷവർ ഹെഡുകൾ. നീക്കം ചെയ്യാവുന്ന ഷവർ സ്പ്രേയർ വെള്ളം ഉപയോഗിച്ച് സൗമ്യവും സമഗ്രവുമായ ഒരു വൃത്തിയാക്കൽ അനുവദിക്കുന്നു. യൂറിൻ പോകുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്കും അല്ലെങ്കിൽ ഇടയ്ക്കിടെയുള്ള സ്കിൻ ഇറിറ്റേഷൻ എന്നിവ നേരിടുന്ന മുതിർന്നവർക്ക് ഈ ഓപ്ഷൻ പ്രത്യേകിച്ചും സഹായകരമാണ്. മറ്റ് രീതികളെ അപേക്ഷിച്ച് ഇത് കൂടുതൽ സമയമെടുക്കുമെങ്കിലും ഇത് കൂടുതൽ ആഴത്തിലുള്ള ശുചിത്വവും ആശ്വാസവും നൽകും. 6. മൃദുവായ വാഷ് ക്ലോത്തുകൾ. പുനരുപയോഗിക്കാവുന്ന വാഷ് ക്ലോത്തുകൾ മറ്റൊരു സൗമ്യമായ ഓപ്ഷനാണ്. ചെറു ചൂടുള്ള വെള്ളത്തിൽ നനയ്ക്കുക, ആവശ്യാനുസരണം ഉപയോഗിക്കുക, തുടർന്ന് നന്നായി കഴുകുക. അവ രാസവസ്തുക്കളിൽ നിന്നും സുഗന്ധങ്ങളിൽ നിന്നും മുക്തമാണ്.
പരിസ്ഥിതി സൗഹൃദപരവും പ്രത്യേകിച്ച് ദുർബലമായ ചർമ്മത്തിന് അത് അനുയോജ്യവുമാണ്. 7. ടോയ്ലറ്റ് ടിഷ്യൂ വാണ്ടുകൾ. ടോയ്ലറ്റ് ടിഷ്യൂ വാണ്ടുകൾ ടിഷ്യൂ അല്ലെങ്കിൽ വൈപ്പുകൾ പിടിക്കുന്ന നീളമുള്ള കൈകാര്യം ചെയ്യാവുന്ന ഉപകരണങ്ങളാണ്. ഇത് ഉപയോക്താക്കളെ അമിതമായി വളച്ചൊടിക്കുകയോ എത്തുകയോ ചെയ്യാതെ സ്വയം വൃത്തിയാക്കുവാൻ അനുവദിക്കുന്നു. ഇടുപ്പ്, പുറം അല്ലെങ്കിൽ ചലനശേഷി പരിമിതികളുള്ള നിരവധി ആളുകൾക്ക് ഈ ഉപകരണങ്ങൾ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനും സഹായത്തിന്റെ ആവശ്യകത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ശുചിത്വം ശുദ്ധമായ ചർമ്മത്തേക്കാൾ കൂടുതലാണ്. ശുചിത്വ വെല്ലുവിളികളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിരാശയോ നിരുത്സാഹമോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ഓർമ്മിക്കുക, നിങ്ങൾക്ക് തെറ്റൊന്നുമില്ല. നിങ്ങളുടെ ശരീരം മാറിയിരിക്കാം, പക്ഷേ നിങ്ങളുടെ അന്തസ്സ് മാറിയിട്ടില്ല. ശരിയായ ഉപകരണങ്ങളും ലളിതമായ ക്രമീകരണങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് വൃത്തിയും സുഖവും ആത്മവിശ്വാസവും നിലനിർത്തുവാൻ കഴിയും. ഇനി നമുക്ക് പ്രായമായവർക്കുള്ള സ്മാർട്ട് ബാത്റൂം നുറുങ്ങുകൾ പരിശോധിക്കാം. എല്ലാ പരിഹാരങ്ങളും ചെലവേറിയതോ ഹൈടെക് ആയതോ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഏറ്റവും ഫലപ്രദമായ മെച്ചപ്പെടുത്തലുകൾ ലളിതമാണ്. സ്റ്റെബിലിറ്റി എയ്ഡുകൾ നിങ്ങൾ ഉപയോഗിക്കുക. ബാറുകൾ, ടോയ്ലറ്റ് സുരക്ഷാ ഫ്രെയിമുകൾ, ഉയർത്തിയ ടോയ്ലറ്റ് സീറ്റുകൾ എന്നിവ ഇരിക്കുന്നതും നിൽക്കുന്നതും ബാലൻസ് ചെയ്യുന്നതും വളരെ എളുപ്പമാക്കുകയും വീഴാനുള്ള സാധ്യത അത് കുറയ്ക്കുകയും ചെയ്യും. പാഡഡ് ടോയ്ലറ്റ് സീറ്റ് പരിഗണിക്കുക. ആർത്രൈറ്റിസ്, സയാറ്റിക്ക അല്ലെങ്കിൽ ഇടുപ്പ് അസ്വസ്ഥത ഉള്ള മുതിർന്നവർക്ക് കുഷൻ ചെയ്ത സീറ്റ് ദൈർഘ്യമേറിയ ശുചിത്വ ദിനചര്യകൾ കൂടുതൽ സുഖകരമാക്കി നൽകും. തുടയ്ക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുക. ഇരിക്കുന്നത് പലപ്പോഴും മികച്ച സ്ഥിരത നൽകുന്നു. കുറഞ്ഞ പരിശ്രമം അതിന് ആവശ്യമാണ്. പുറകിലും കാലുകളിലും ആയാസം അത് കുറയ്ക്കുന്നു. ആവശ്യമെങ്കിൽ ഒരു ടോർസോ സപ്പോർട്ട് ബൈൻഡർ പരീക്ഷിക്കുക. അധിക വയറുവേദന വഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു സോഫ്റ്റ് സപ്പോർട്ട് ബൈൻഡർ റീച്ച് മെച്ചപ്പെടുത്തുകയും ശുചിത്വ ജോലികൾ എളുപ്പമാക്കുകയും ചെയ്യും. ടോയ്ലറ്റിന് ശേഷം നിങ്ങൾ കുളിക്കുക. വെള്ളം പലപ്പോഴും ഏറ്റവും പൂർണ്ണമായ വൃത്തിയാക്കൽ നൽകുന്നു. കൂടാതെ മൂലക്കുരു അല്ലെങ്കിൽ യൂറിൻ പോകുന്നത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. അകത്തുനിന്ന് ശുചിത്വം മെച്ചപ്പെടുത്തുക. വൃത്തിയാക്കൽ എളുപ്പമാക്കുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗങ്ങളിലൊന്ന് ആരോഗ്യകരമായ ദഹനത്തെ പിന്തുണയ്ക്കുക എന്നതാണ്. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ജലാംശം നിലനിർത്തുക, ശാരീരികമായി സജീവമായി തുടരുക. എളുപ്പമുള്ള മലവിസർജനം പലപ്പോഴും കുറച്ച് തുടയ്ക്കലും കുറച്ച് ഇറിറ്റേഷനും കൂടുതൽ സുഖകരമായ ബാത്റൂം റുട്ടീനും എന്നിവയാണ് അത് അർത്ഥമാക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ വലിയ ആശ്വാസം നൽകും എന്നോർമ്മിക്കുക. ലക്ഷ്യം പൂർണ്ണതയല്ല, അത് എല്ലാ ദിവസവും ആശ്വാസം, ആത്മവിശ്വാസം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുക എന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവ് നൽകിയെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറ്റു മുതിർന്നവർക്ക് ഇത് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ.